guys. ഹായ് ഗായ്സ്, നമ്മൾ പോകാൻ പോകുന്നത് കിന്നക്കോര എന്ന സ്ഥലത്തേക്കാണ്. ഊട്ടിയിൽ നിന്ന് ജസ്റ്റ് ഒരു 50 കിലോമീറ്റേഴ്സ് മാറി ഒരു കിന്നക്കോര എന്ന് പറഞ്ഞ ബ്യൂട്ടിഫുൾ ഗ്രാമമുണ്ട്. കുഞ്ഞു ഗ്രാമം. അവിടെ കർഷകരും തേയിലത്തൊഴിലാളികളും മാത്രമേ ഉള്ളൂ. നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. അത് ആ നാടിനെ പറയുന്ന തന്നെ സൂര്യൻ ഉദിക്കാത്ത നാടെന്ന് പറഞ്ഞാൽ സൂര്യൻ മീൻസ് അങ്ങനെ സൺലൈറ്റ് ഒന്നും അധികം ഇല്ലാതെ ഫുള്ള് മൂടി ക്ലൈമറ്റാണ്. അവിടെ എത്തിയ ആ ഡെസ്റ്റിനേഷനെക്കാട്ടിലും പ്രധാന റൂട്ട് കാടിന് നടുക്കൂടെ ഉള്ളൊരു നല്ല രസമുള്ള റൂട്ടാണ്. നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ടൈം അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ബ്യൂട്ടിഫുൾ വിഷ്വൽസ് കാണുമ്പോൾ നമ്മൾ ആഡ് ചെയ്യാം. നമ്മുടെ റൂമിൽ നിന്നുള്ള രാവിലത്തെ വ്യൂ ആണ് ഇത് ഫുള്ള് തേയിലത്തോട്ടം, അങ്ങ് പരന്ന് കിടക്കുന്ന തേയിലത്തോട്ടമാണ് മൊത്തം. നിങ്ങൾ കിന്നക്കോര റൂട്ട് വരുവാണെങ്കിൽ പെട്രോൾ പമ്പ് ഇല്ലാന്ന് പലരും പറഞ്ഞ് പറ്റിക്കും. പക്ഷേ പെട്രോൾ പമ്പുണ്ട്, നല്ല സുന്ദരമായ പമ്പ്. എത്തിയേക്കുന്നത് ചെമ്പനിയാടിന്റെ മൂട്ടിലാണ്. ചെമ്പനിയാടാണ്, ഇവരുടെ ഈ സ്കിൻ നമ്മൾ കട്ട് ചെയ്തെടുത്ത് നമുക്ക് വൂളൻ ക്ലോത്ത് ഒക്കെ ഉണ്ടാക്കണം. കൊടൈക്കനാലിലൊക്കെ ഇതിന്റെ ഫാം ഒക്കെ ഉണ്ട്. ഇവിടെ ഒന്നും അറിയില്ല. ആടുജീവിതം. നിങ്ങൾക്കും ഉണ്ടോ ഇങ്ങനത്തെ ഡാഡിമാർ? ബാക്കിലിരുന്ന് വണ്ടി കറക്റ്റായിട്ടാണോ പോകുന്നത്, സ്ട്രെയിറ്റ് ആയിട്ടാണോ പോകണോ, വളവുണ്ട് തിരിയുണ്ടോ എന്നൊക്കെ നോക്കി ഒബ്സർവ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡാഡിമാരുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ നമ്മൾ പോണ റൂട്ടാണ്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയം നമുക്ക് അവിടെ ഒരു കാട്ടീനെ കണ്ടു. കാട്ടിയൊക്കെ റൂട്ടിൽ കൂടെയൊക്കെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും സൈസ് കാണണം. ഭയങ്കര ഒരു ആനേനെ പോലെ ഇരിക്കുന്നത്, ഫുള്ള് പോളിഷ് ചെയ്ത പോലെ ഇരിക്കുന്നത്. ഭയങ്കര ഭംഗിയാണ് അതിനെ കാണാൻ. നമ്മളോർത്ത് കിന്നക്കോറയിൽ പെട്രോൾ പമ്പ് ഒന്നും ഇല്ലയെന്ന് വിചാരിച്ചു, പക്ഷെ ഉണ്ട് ഗൈസ്. ഇതിൻ്റെ താഴെ പെട്രോൾ പമ്പുണ്ട്. കിന്നക്കോറ വരുന്നവർ എന്ത് രസമാണ് കാണാൻ. നമ്മൾ വരുന്ന വഴിക്ക് കാട്ടുപോത്തിനൊക്കെ കണ്ടു. നമ്മൾ ഈ റൂട്ട് കയറിയപ്പോഴത്തേക്കും ചായക്കടയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ചായക്കട കണ്ടുപിടിച്ചപ്പം നമ്മൾ കയറിയതാണ്. വലിയ സെറ്റപ്പാന്ന് ഓർത്ത് കയറിയത്. കുറേ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സാഫ്രോൺ ടീ, മറ്റേ ടീ, മറിച്ച് ടീ ഒക്കെ ഉണ്ടായിരുന്നു. ഓർഡർ ചെയ്ത് പക്ഷേ അതിന് മിൽക്ക് ടീ പിന്നെ ഇല്ലായിരുന്നു. ഇങ്ങനത്തെ ടീ ഉള്ളായിരുന്നു, പക്ഷേ കൊള്ളത്തില്ലായിരുന്നു. ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരുന്നു, പക്ഷെ കൊള്ളത്തില്ലായിരുന്നു. ഏതാ കാശ്മീരി കാവ? കാശ്മീരി കാവയിലൊന്നും ഇല്ല, സാധനങ്ങളൊന്നും കാണുന്നില്ല. നമ്മളിപ്പോൾ ചായ കുടിക്കാൻ കയറിയത് എന്തോ തേയില ഫാക്ടറി അങ്ങനത്തെ എന്തോ ഒരു സെറ്റപ്പാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അതിന് താഴേക്ക് പോകുമ്പം ഇങ്ങനെ കുറേ ക്രാഫ്റ്റ് ചെയ്തവർ വെച്ചിട്ടുണ്ട്. ബോട്ടിൽസിലും അങ്ങനത്തെ ടീ ഒഴിക്കുന്ന പാത്രമൊക്കെ ഇല്ല, അതൊക്കെ സെറ്റപ്പാക്കി ക്രാഫ്റ്റൊക്കെ ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആനേനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയോ യൂസ് കഴിഞ്ഞ സാധനങ്ങൾ വെച്ച് അവരുണ്ടാക്കി വെച്ചേക്കുന്നു. നമ്മൾ കിന്നക്കോറ പോണ വഴി അടുത്തൊരു നല്ല സീനറിയുള്ള സ്ഥലം നോക്കി നിർത്തിയതാണ്. പക്ഷേ ഇവിടെ ആൾക്കാരൊക്കെ കുറവാണ്. അങ്ങനെ ടൂറിസ്റ്റുകളൊന്നും അധികം വരാൻ തുടങ്ങിയിട്ടൊന്നുമില്ല. പക്ഷെ ഭയങ്കര ആൾക്കാർ വരാത്തതുകൊണ്ട് തന്നെ ഒന്നും എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടില്ല. എല്ലാം അതിൻ്റെ തനതായ ഭംഗിയിൽ തന്നെ കിടപ്പുണ്ട്. കണ്ടോ എന്ത് ഭംഗിയാണ്. കുറേ ഇഷ്ടം പോലെ പൂക്കളും. ഇതാ റൂട്ടിൽ കണ്ടൊരു വെള്ളച്ചാട്ടമാണ്. അകത്തേക്ക് ഭയങ്കര ഇരുട്ടായിട്ട് തോന്നിയപ്പോൾ ഒരു ഫാമിലി അവിടെ നിൽപ്പുണ്ട്. പിന്നെ നമ്മുടെ സൂര്യൻ ഉദിക്കാത്ത നാട്ടിൽ കുറച്ച് സൂര്യൻ ഉണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. കാരണം നട്ടുച്ച സമയത്താണ് പോയത്. അപ്പോൾ നല്ല സൂര്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം പോകുന്ന വഴിക്ക് സൂര്യൻ പോവില്ലയോ. പേരറിയാത്തൊരു ഡാം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഭയങ്കര വെയിലാണ്, നമ്മളിവിടെ നിർത്തിയില്ല. പ്രത്യേകിച്ച് കാണാമൊന്നുമില്ലായിരുന്നു. Forest view. Forest tea estate. Nice tea estate.
ഇതാണ് കിന്നക്കോറ ഗ്രാമം. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒരു ചായക്കടയുണ്ട്, അവിടെ കുറേ ആൾക്കാരും ഉണ്ട്. ഒരു ചായക്കട മാത്രം എന്തോ ഉള്ളൂ. ഒരു ഗ്രാമത്തിൻ്റെ തനതായ ഭംഗിയുണ്ട്, അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. കിന്നക്കോറയ്ക്ക് വരുന്ന റൂട്ട് കാരണമാണ് ഈ സ്ഥലം ഇത്രയും നല്ല അടിപൊളി സ്ഥലമാണ്, സീനിക് സ്ഥലമാണെന്ന് പറയുന്നത്. അല്ലാതെ ഗ്രാമത്തിൽ വന്നു കഴിയുമ്പോൾ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. അവിടെ നമ്മൾ തിരിച്ചിറങ്ങി ഒരു ചായയും കുടിച്ച് അത് കഴിഞ്ഞ് ഊട്ടിയിൽ എത്തിക്കഴിഞ്ഞ് ഒരു കാലിറ്റ്സ് ബിരിയാണി എന്ന് പറഞ്ഞ ഹോട്ടലിൽ കയറിയിട്ട് ബിരിയാണിയും കഴിച്ച്. കാരണം നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അവിടെ കിന്നക്കോറ പോയപ്പോൾ അവിടെ ഹോട്ടലൊന്നും ഇല്ലായിരുന്നു, അങ്ങോട്ട് ഒത്തിരി ചെന്ന് കഴിഞ്ഞപ്പോൾ. അത് നമ്മളവിടെ നിന്ന് കഴിച്ച്. First one, yeah. Yeah, this home. Kettle is there, the water. This is the RO water. Okay. Micro is on. If you need anything, utensils are here. Yeah, tea, coffee, both sides. Behind the room is the dressing room. It has 3 switches. The app where you booked, but you can write it 98103. No, it's not. Don't leave it. Thank you. ഇത് ഒരു കാടിൻ്റെ ഉള്ളിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഒരു ഡൽഹിക്കാരൻ നടത്തുന്ന ഒരു എയർബിഎൻബി. ആൻഡ് ഇതിന് രാവിലത്തെ വിഷ്വലായിരിക്കും അടിപൊളി. 2 ചെയറുണ്ട് ഇവിടെ. പിന്നെ ആ പുള്ളി അവിടെ താമസിക്കുന്നത് അവിടെയാണ്. ആൻഡ് പുള്ളി പറഞ്ഞു ഇവിടെ ലെപ്പേർഡൊക്കെ വരുമെന്ന്. വരുമോ ചിക്ക? ഭാഗ്യമുണ്ടെങ്കിൽ ലെപ്പേർഡ് വരുമെന്ന് പറഞ്ഞു. മര്യാദയ്ക്ക് ലോക്കി കിടന്നിട്ട് ലെപ്പേർഡ് ബെഡിൽ കിടക്കുമെന്നാണ് പറഞ്ഞത്. നല്ല രസമുണ്ട്, നല്ല തണുപ്പുണ്ട്. അങ്ങോട്ടേക്കൊക്കെ ഓരോ പ്രോപ്പർട്ടീസ് ഉണ്ട്. രാവിലെ എഴുന്നേറ്റ് ഇവിടെ നിന്ന് സൺറൈസ് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പോൾ രാവിലെ എഴുന്നേറ്റിൻ്റെ ബ്യൂട്ടി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആൻഡ് ഇതാണ് അത്തിച്ചറും ചെറിയ ഷൗട്ടിൻ്റെയൊക്കെ റൂം. ഇവിടെ നിന്നും നമുക്കിതിപ്പോൾ ഒരു വീട് പോലെ എടുത്തേക്കുന്നതുകൊണ്ട് ബാൽക്കണി കോമൺ ആണ്. ഇവിടെ നിന്ന് നടന്നു വന്നാൽ നമ്മുടെ റൂം.